നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വരുന്നത് ജനങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രമായിരിക്കില്ല, ഇന്ത്യയിലെ മീഡിയകളുടെ സഹായത്തോടെയായിരിക്കും. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം മീഡിയ സപ്പോർട്ട് കിട്ടിയ, മാധ്യമങ്ങളുടെ ഫുൾ കവറേജ് കിട്ടിയ, മാധ്യമങ്ങൾ മുഴുവനും 24 മണിക്കൂറും വാഴ്ത്ത് പറയുന്ന ഒരു നേതാവ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 2010 മുതൽ 2014 വരെയുള്ള കാലഘട്ടം ഇന്ത്യയിലെ മാധ്യമങ്ങൾ BJPക്ക് വേണ്ടി, നരേന്ദ്രമോദിക്ക് വേണ്ടി ഏറ്റവും വലിയ ഉഴുതുമറി നടത്തുകയായിരുന്നു. രണ്ടാം UPAയുടെ പതനത്തിലേക്കും കോൺഗ്രസിൻ്റെ നിർമ്മാർജ്ജനത്തിലേക്കും നയിച്ച ആന്തോളൻ, പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭങ്ങളൊക്കെ ഏറ്റവും വലിയ കവറേജോടുകൂടി ഇന്ത്യയിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. ഡൽഹിയിലെ പെൺകുട്ടിയുടെ ബലാത്സംഗം മുതൽ നാടിനെ നടുക്കിയ മുഴുവൻ സംഭവങ്ങളും 24 മണിക്കൂറും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഏഷ്യൻ ഗെയിംസ് അഴിമതി മുതൽ 2G സ്പെക്ട്രം മുതൽ എല്ലാ കേസുകളിലും ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഗവൺമെൻറ്റിനെയും കോൺഗ്രസിനെയും ഓരോ മിനിറ്റിലും വിചാരണ ചെയ്തുകൊണ്ടേയിരുന്നു. രാജ്യത്ത് നടക്കുന്ന മുഴുവൻ പ്രക്ഷോഭങ്ങൾക്കും ഏറ്റവും വലിയ കവറേജുകൾ നൽകി. RSSൻ്റെ ചാരനായി പ്രവർത്തിക്കുന്ന അണ്ണാ ഹസാരെയുടെ സമരം ഇന്ത്യയിലെ ഏറ്റവും സവിശേഷമായ വിപ്ലവ പ്രവർത്തനമായി വരച്ചു കാട്ടപ്പെട്ടു. പാകിസ്ഥാനിലെയും മറ്റ് രാജ്യങ്ങളിലെയുമുള്ള സുഹൃത്തുക്കൾ എപ്പോഴും പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കുന്നത് മാധ്യമങ്ങൾ സജീവമായതുകൊണ്ടാണ്. മാധ്യമങ്ങളുടെ അധികാരത്തോട് സംസാരിക്കാനുള്ള ശേഷി ലോകരാഷ്ട്രങ്ങൾ വാഴ്ത്തിയിരുന്നു. 24 മണിക്കൂറും 365 ദിവസവും 400 ചാനലുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലും ഇംഗ്ലീഷിലുമുള്ള മുഴുവൻ ചാനലുകളും, ഇന്ത്യയിലെ 400 ടെലിവിഷൻ ചാനലുകളും മോദിയെ പുകഴ്ത്തിയും മോദിയെ വാഴ്ത്തിയും മോദിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടും പ്രവർത്തിക്കുന്നു. വിദേശ മാധ്യമങ്ങളാണ്, BBC-യും അൽ ജസീറയും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ നിന്നാണ് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അല്പമെങ്കിലും അറിയാൻ സാധിക്കുന്നത്. ദ വയർ ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങളെയും പിടിച്ച് കെട്ടാൻ വേണ്ടി നരേന്ദ്രമോദി പരിശ്രമിച്ചു. NDTV ആദ്യഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ ആ ഓഫീസുകളിൽ നിരന്തരമായ റെയ്ഡ് 2014 ശേഷം നാം കാണുകയുണ്ടായി. പ്രണബ് റോയിയുടെ വീട്ടിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തി ഭീഷണിപ്പെടുത്തുകയും അവരെ കേസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. 2022-23 കാലഘട്ടങ്ങളിലെത്തുമ്പോൾ ആ NDTV തന്നെ അദാനി ഗ്രൂപ്പ് കൈവശപ്പെടുത്തി. യൂട്യൂബ് ചാനലുകൾ സമാന്തരമായി മോദി ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് ഇറങ്ങുമ്പോൾ ആ മേഖലയിലും ഗവൺമെൻറ്റിൻ്റെ വാഴ്ത്തുപാട്ടുമായി യൂട്യൂബ് ചാനലുകൾ പ്രവർത്തിക്കുന്നു. ബീർ ബൈസപ്പ്, രൺവീറിൻ്റെ ചാനൽ, ആ ചാനലിൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി അവരെ പുകഴ്ത്തുകയും ഗ്ലോറിഫൈ ചെയ്യുകയും അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും പുകഴ്ത്തുകയും പ്രോപ്പഗണ്ട അவ்விധത്തിലും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ചില യൂട്യൂബ് ചാനലുകൾക്കൊക്കെ നരേന്ദ്രമോദി അവാർഡ് നൽകുകയുണ്ടായി. യൂട്യൂബ് മേഖലയിലും നിരവധി ഗവൺമെൻറ് പ്രോപ്പഗണ്ടകൾ, ഐഡിയകൾ പ്രചരിപ്പിക്കുന്ന യൂട്യൂബ് ചാനലുകളും നിലവിലുണ്ട്. ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പൂട്ടാൻ വേണ്ടിയാണ് ഫാക്ട് ചെക്ക് യൂണിറ്റ് എന്ന് പറയുന്ന FCU ഗവൺമെൻറ് ആവിഷ്കരിച്ചത്. സുപ്രീം കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്. ഇലക്ടറൽ ബോണ്ടിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴും മാധ്യമങ്ങൾ നരേന്ദ്രമോദിക്കും BJPക്കും പരിരക്ഷ ഒരുക്കുകയായിരുന്നു. ഈ ഒരൊറ്റ വിവാദം മാത്രം മതിയായിരുന്നു നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ. കോളിളക്കം സൃഷ്ടിക്കുന്ന അഴിമതി കഥകൾ പുറത്തു വന്നാൽ ഗവൺമെൻറ്റിനെയും BJPയെയും സംരക്ഷിക്കുന്ന നിലപാടാണ് ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ഗോദി മീഡിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. NDTV ഹിന്ദിയിൽ പ്രവർത്തിച്ച മാധ്യമപ്രവർത്തകനാണ് രവീഷ് കുമാർ.
മാഗ്സസെ അവാർഡ് കിട്ടിയ മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹമാണ് ആദ്യമായി ഗോദി മീഡിയ എന്ന് പറയുന്നത്. എന്താണ് ഗോദി മീഡിയ? ഗവൺമെൻറ്റിൻ്റെ ലാപ്പിലിരുന്നു കൊണ്ട്, മടിയിലിരുന്നു കൊണ്ട് അവർക്ക് സുഖമുള്ള കിഞ്ചന വർത്തമാനങ്ങൾ മാത്രം പറയുന്ന മാധ്യമങ്ങളാണ് ഗോദി മീഡിയ. ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ചരിത്രത്തിൽ അഭൂതപൂർവമായ സംഭവമായിരിക്കും ഒരു പ്രധാനമന്ത്രി ജീവിതത്തിൽ ഒരിക്കലും പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടില്ല എന്നത്. ജനങ്ങൾ പറയുന്നത് കേൾക്കുന്നതിന് പകരം തൻ്റെ സുഭാഷിതങ്ങൾ ജനങ്ങളെ കേൾപ്പിക്കുക. ഇതാണ് മൻ കി ബാത്ത്. രാജ്യത്തെ മുഴുവൻ കള്ളപ്പണവും കൊള്ളയടിച്ചിട്ടും തങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല എന്നവർ കരുതുന്നത് മാധ്യമങ്ങളുടെ പിന്തുണ ഉള്ളതുകൊണ്ടാണ്. മാധ്യമങ്ങൾ തങ്ങളുടെ മടിയിലുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.